നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തത് മൊണാലിസ ഭോസ്ലെയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. മൊണാലിസ ഭോസ്ലെ ആരെന്നല്ലേ? കുംഭമേളയിലെ വൈറൽ താരം. ആ പെൺകുട്ടി കേരളത്തിൽ കാമുകനോടൊപ്പം എത്തിയപ്പോൾ തന്റെ മാതാപിതാക്കൾ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തുകയും എന്നിട്ട് ഇവിടെ വെച്ച് വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു. തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ആ വിവാഹം CPM അങ്ങ് ഏറ്റെടുത്ത് നടത്തി. CPM ഏറെ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. ഇതാണ് കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കൊട്ടിഘോഷിച്ചു. പക്ഷേ അപ്പോഴും വ്യാപകമായ എതിർപ്പുകൾ ഹൈന്ദവ സംഘടനകളിൽ നിന്നുണ്ടായി. ഇത് സത്യത്തിൽ ഒരു ലവ് ജിഹാദാണോ എന്ന സംശയം അന്ന് തന്നെ ആരോപിക്കപ്പെട്ടിരുന്നു. ആ സംശയം ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ സംശയം ആദ്യം ഉന്നയിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെയാണ്. ഏതായാലും ഈ പെൺകുട്ടിക്ക് പിന്നീട് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പെൺകുട്ടിയുടെ അമ്മ പറയുന്നതും തന്നെ ഏതാണ്ട് തടങ്കലിലാക്കിയതുപോലെ ആക്കിയിട്ടാണ് വിവാഹം കഴിപ്പിച്ചു വിട്ടതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പിതാവ് മഹാരാഷ്ട്ര സർക്കാരിന്റെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പുറത്തുവരും എന്ന് തന്നെയാണ് ഇപ്പോഴും കേരളീയ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. എന്നാൽ മൊണാലിസയെ വിവാഹം കഴിച്ച ഫർമാന് ഷർജിൽ ഇമാമുമായി ബന്ധമെന്ന് അഭിഭാഷക നാസിയ ഇലാഹി ഖാൻ. വിവാഹത്തിന് സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ആണെന്നും സുപ്രീം കോടതിയിലെ അഭിഭാഷകയായ നാസിയ പറയുന്നു. കുംഭമേളയിലെ വൈറൽ സുന്ദരി മൊണാലിസയുടെ വിവാഹം ലവ് ജിഹാദ് ആണെന്ന് ആ വിമർശനം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് സുപ്രീം കോടതി അഭിഭാഷക നാസിയ ഇലാഹി ഖാൻ. മൊണാലിസയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഇവരുടെ പ്രതികരണം. ഡൽഹി കലാപത്തിലെ പ്രതിയായ ഷർജിൽ ഇമാമും നിരോധിത സംഘടനയായ PFIയും ഈ വിവാഹത്തിന് ധനസഹായം നൽകിയിട്ടുണ്ടെന്ന് നാസിയ ആശങ്ക പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഇടപെടലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ രാഷ്ട്രപതിയെ ഉടൻ തന്നെ കാണാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 35 കഷ്ണങ്ങളായല്ല, മറിച്ച് മൊണാലിസയെ ജീവനോടെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇത് സാധാരണ വിവാഹമല്ല എന്നുമാണ് നാസിയ ഖാനും വ്യക്തമാക്കുന്നത്. നാസിയ ഖാൻ എന്ന് പറഞ്ഞാൽ അവരും ഒരു മുസ്ലിം മതസ്ഥയാണ്. പക്ഷെ അവർ കൃത്യമായും പറയുന്നു ഇത് ലവ് ജിഹാദ് തന്നെയാണെന്ന്. ഒരു പത്രസമ്മേളനത്തിൽ ഫർമാൻ തന്നെ ഒരു മുസ്ലിം ആണെന്ന് തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ഹിന്ദു ആചാരങ്ങൾക്കനുസരിച്ച് വിവാഹം കഴിച്ചു, ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. അതായത് ഹിന്ദു മതത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണിത്. 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം മതപരിവർത്തനം നടത്താതെ ഒരു മുസ്ലിമിന് ഹിന്ദു ആചാരങ്ങൾക്ക് അനുസൃതമായി വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നും നാസിയ ഖാൻ പറയുന്നു. അപ്പോൾ തീർച്ചയായും ഇതൊരു ലവ് ജിഹാദ് കേസാണെന്നും ഇതൊരു തട്ടിപ്പ് കല്യാണമാണെന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. അതേസമയം മൊണാലിസയുടെ മാതാപിതാക്കളും ചലച്ചിത്ര സംവിധായകൻ സനോജ് മിശ്രയും DSP ശ്വേത ശുക്ലയ്ക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകി കഴിഞ്ഞു. ഷർജിൽ ഇമാമിന്റെ പരോൾ റദ്ദാക്കണമെന്നും ഷർജിലിന്റെ പരിപാടിയിൽ ഫർമാൻ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തണമെന്നും നാസിയ ആവശ്യപ്പെട്ടു. കേരള സർക്കാർ തീവ്രവാദികളെ സഹായിച്ചുവെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും NIA അടക്കമുള്ള സുരക്ഷാ ഏജൻസികളോട് നാസിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ NIA ഇടപെടൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിവാഹം കഴിപ്പിച്ചു വിട്ട MV ഗോവിന്ദൻ അടക്കമുള്ളവരെ NIA തൂക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NIA വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് അഖില ഹാദിയ എന്ന പെൺകുട്ടിയെ ഇതുപോലെ തന്നെ ഒരാൾ വിവാഹം കഴിക്കുന്നു. വളരെ പെട്ടെന്ന് വേറ്റു നിഖാഹ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് വിവാഹം കഴിച്ചതെന്ന് അവകാശപ്പെടുന്നു. വിവാഹം കഴിക്കുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ കുറെ കാലത്തേക്ക് സത്യസരണയിൽ ഉണ്ടായിരുന്നു. പെൺകുട്ടിയെ മാതാപിതാക്കളുമായി ബന്ധപ്പെടാൻ സമ്മതിക്കുന്നില്ല, വലിയ പ്രശ്നമുണ്ടാക്കുന്നു. പെൺകുട്ടി ഈ കേസ് സുപ്രീം കോടതി വരെ എത്തുന്നു. പ്രായപൂർത്തിയായതുകൊണ്ട് പെൺകുട്ടി അയാളോടൊപ്പം വിടുന്നു. പക്ഷെ പിന്നീടും മാതാപിതാക്കൾക്ക് കാണാനോ അവരുമായി സംവദിക്കാനോ തയ്യാറായിട്ടില്ല. പെൺകുട്ടിയുടെ അമ്മ മരിച്ചപ്പോൾ പോലും വന്നില്ല. ഇപ്പോൾ മറ്റൊരാളോടൊപ്പമാണ്, മറ്റൊരു ഭർത്താവിനോടൊപ്പമാണെന്ന് പറയുന്നു. ഏതായാലും പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി കൈമറിഞ്ഞ് കൊണ്ടുപോയി ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നതിനെ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുകയാണ് എല്ലാവരും. കേരളത്തിലെ മതേതരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിന് കുടപിടിക്കുന്ന ഇത്തരക്കാരെ ഒരു തരത്തിലും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കരുത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രമാക്കി മാറ്റുകയായിരുന്നു ഈ വിവാഹമെന്ന് വ്യക്തമാവുകയാണ്. 4 വോട്ട് കിട്ടാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കുകയായിരുന്നു CPM എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വന്നെങ്കിൽ കേരളത്തിലെ പോലീസിന്റെ സഹായം തേടിയെങ്കിൽ ആ പെൺകുട്ടിയുടെ നാട്ടിലേക്ക് അത് അറിയിച്ച് അവിടെ നിന്ന് മാതാപിതാക്കളെ വരുത്തി ആ പെൺകുട്ടിയുമായി ചർച്ച നടത്തി, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഇയാളെ കുറിച്ച് അന്വേഷണം നടത്തിയ ശേഷം വിവാഹമോ എന്താണോ അതിലേക്ക് പോകാമായിരുന്നു. എന്നാൽ അതല്ല കേരളത്തിലെ പോലീസ് ചെയ്തിട്ടുള്ളത്, കേരളത്തിലെ രാഷ്ട്രീയക്കാർ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ ഈ പെൺകുട്ടിയെ വെച്ച് മൊണാലിസയെ വെച്ച് മുതലെടുപ്പ് നടത്തുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും NIA അന്വേഷണം കേരളത്തിലെ ചില നേതാക്കന്മാരിലേക്കും നീളുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NIA അന്വേഷണം വന്നാൽ ഈ വിവാഹം നടത്തിയ എല്ലാവരും ക്ഷേത്ര ഭാരവാഹികളടക്കം കുരുങ്ങും. ഒരു സംശയം വേണ്ട, ഈ കേസിൽ ഈ കല്യാണത്തിൽ
ഒരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തും മുമ്പ് തന്നെ അതിന്റെ തലേ ദിവസം ചില മന്ത്രിമാരുമായി, കേരളത്തിലെ ചില മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 4 ദിവസം മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഇവർ ക്ഷേത്രത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളാണെങ്കിലും ഏത് ക്ഷേത്രങ്ങളാണെങ്കിലും ഇപ്പോൾ വിവാഹം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ നടത്താറുള്ളൂ. വിവാഹത്തിന് എല്ലാ ഡോക്യുമെന്റ്സും മാതാപിതാക്കളും അടക്കം ചെല്ലേണ്ടതുണ്ട്. ഇവിടെ ആ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് രണ്ടുപേർ ചെല്ലുമ്പോൾ, അതും മുസ്ലിമായ ഒരാളും ഹിന്ദുവായ ഒരാളും കൂടി ചെല്ലുമ്പോൾ വിവാഹം നടത്തി കൊടുക്കുക എന്നത് ഈ വിവാഹ നിയമത്തിൽ തന്നെ വിവാഹത്തിന് തന്നെ സാധുതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളെ അടക്കം ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. NIA കേരളത്തിലേക്ക് വരുന്നത് MV ഗോവിന്ദനെയും A റഹീമിനെയും ഒക്കെ തൂക്കാനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.